എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ, സർവേയർ, ഡ്രാഫ്റ്റ്സ്മാൻ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ, സർവേ എഞ്ചിനീയറിംഗ്, സർവേയർ, ഡ്രാഫ്റ്റ്സ്മാൻ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഡീറ്റെയിൽസ് നോക്കാം. ജോലി എവിടെയാണ് വരുന്നത് നോക്കുകയാണെങ്കിൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ് എല്ലാ റീജിയണിലും വരുന്നുണ്ട്. കേരളത്തിലും വരുന്നുണ്ട്. അതായത് സദേൺ റീജിയൺ സെക്കൻഡിൽ നമ്മുടെ കേരളത്തിൽ പറയുന്നുണ്ട്. ഓരോ തസ്തികയുടെയും വിശദമായിട്ട് നമുക്ക് നോക്കാം. ജൂനിയർ എഞ്ചിനീയർ, സർവേ എഞ്ചിനീയറിംഗ് ആണെന്നുണ്ടെങ്കിൽ ശമ്പളം ലഭിക്കുന്നത് 26,000 മുതൽ 1,18,000 രൂപ വരെ ആയിരിക്കും. പ്രായപരിധി 31 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് ഫുൾ ടൈം 3 വർഷത്തെ ഡിപ്ലോമയാണ് ഇൻ സർവേ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് 70% മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് അറ്റ്ലീസ്റ്റ് 4 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ സർവേയിങ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ വിത്ത് ടോട്ടൽ സ്റ്റേഷൻ അല്ലെങ്കിൽ DGPS ഡ്രോൺസ് ഒക്കെയാണ് വേണ്ടത്. സെലക്ട് ചെയ്യുന്നത് റിട്ടേൺ ടെസ്റ്റും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ട്രേഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും. അടുത്തത് സർവേയർ ആണെന്നുണ്ടെങ്കിൽ ശമ്പളം ലഭിക്കുന്നത് 22,000 മുതൽ 85,000 രൂപ വരെ ആയിരിക്കും. പ്രായപരിധി 32 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 2 വർഷത്തെ ITI കോഴ്സാണ്. അതുപോലെ തന്നെ 5 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ആവശ്യമാണ്. കൂടാതെ എസെൻഷ്യൽ എക്സ്പീരിയൻസ് പറയുന്നത് 5 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ സർവേയിങ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ വിത്ത് ടോട്ടൽ സ്റ്റേഷൻ അല്ലെങ്കിൽ DGPS അല്ലെങ്കിൽ ഡ്രോൺ ഒക്കെയാണ് പറയുന്നത്. അവിടെയും റിട്ടേൺ ടെസ്റ്റും ട്രേഡ് ടെസ്റ്റും വഴിയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അടുത്ത തസ്തിക ഡ്രാഫ്റ്റ്സ്മാൻ ആണ്. പേ സ്കെയിൽ വരുന്നത് 22,000 മുതൽ 85,000 രൂപ വരെയാണ്. പ്രായപരിധി 32 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 2 വർഷത്തെ ITI ആണ്. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ആണ് അല്ലെങ്കിൽ ITI ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്സ്മാൻ ആണ് വേണ്ടത്. കൂടാതെ മുൻപ് പറഞ്ഞ പോലെയുള്ള എക്സ്പീരിയൻസും ആവശ്യമാണ്. ഇപ്പോൾ പറഞ്ഞത് കൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBCക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. സെലക്ട് ചെയ്യുന്നത് റിട്ടേൺ ടെസ്റ്റ് വഴിയായിരിക്കും. റിട്ടേൺ ടെസ്റ്റിന് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. പാർട്ട് 1 വരുന്നത് ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ നോളജ് ടെസ്റ്റാണ്. പാർട്ട് 2 വരുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. അതിനകത്ത് വൊക്കാബുലറി, വെർബൽ കോംപ്രിഹെൻഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് എബിലിറ്റി, ഡാറ്റ സഫിഷ്യൻസി ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, ന്യൂമറിക്കൽ എബിലിറ്റി എന്നിവ ഉണ്ടായിരിക്കും. എക്സാമിനേഷൻ സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. കേരളത്തിൽ വരുന്നത് കൊച്ചിയിലാണ് സെൻറ്റർ ഉള്ളത്. ഇനി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് powergrid.in എന്നുള്ള സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 29 അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം. ജൂനിയർ എഞ്ചിനീയർ കാറ്റഗറി ആണെങ്കിൽ 300 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. ബാക്കിയുള്ള 2 പോസ്റ്റിനും 200 രൂപയായിരിക്കും അപേക്ഷാ ഫീസ് വരുന്നത്. ശ്രദ്ധിക്കേണ്ടത് SC/ST കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 29 അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ITI യോഗ്യതയൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അതുപോലെ എക്സ്പീരിയൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇപ്പോൾ ജോലിക്കായിട്ട് വിളിച്ചിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ജൂനിയർ എഞ്ചിനീയർ, സർവേയർ, ഡ്രാഫ്റ്റ്മാൻ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.